അവിടെ അച്യുതാനന്ദനോട് ആദ്യം സഹകരിക്കാതിരുന്ന കർഷക തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് തുടങ്ങാൻ, അവരോട് കഥകൾ പറയാൻ, അവരോട് കാര്യങ്ങൾ പറയാൻ അച്യുതാനന്ദൻ സ്വീകരിച്ച ഭാഷാശൈലിയായിരുന്നു നീട്ടിയും കുറുക്കിയുമുള്ള ആ ശൈലി. അത് കേൾക്കാനായി പിന്നീട് പാടവരമ്പിൽ പന്തൽ എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ പുരകളിൽ നിന്ന് ആളുകളെത്തി. ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് വി എസിനോടൊപ്പം എത്തിയ മറ്റു നേതാക്കൾ മടങ്ങുമ്പോഴും ആ ദൗത്യം വി എസ് പൂർത്തിയാക്കിയിട്ടേ മടങ്ങുകയുള്ളൂ. വെറും 5 മാസം കൊണ്ട് കാവാലത്ത് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയന്റെ ഘടകം നിലവിൽ വന്നു. പുളിങ്കുന്നിലും ചെറുകരയിലും കായൽ മേഖലയിലുമെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയോടുകൂടിയുള്ള സംഘടനാ പ്രവർത്തനം തുടർന്നു. ഒരൊറ്റയൊരാളുടെ പ്രവർത്തനമാണ്. ഓർമ്മിക്കണം, അന്ന് കൗമാരം വിട്ടു മാറുന്നതേ ഉണ്ടായിരുന്നുള്ളൂ വി എസിന്. അന്ന് തുടങ്ങിയതാണ് വി എസിന്റെ ശൈലി. നേരത്തെ പറഞ്ഞ ആ വനിത പറഞ്ഞതുപോലെ ആ പ്രസംഗ ശൈലി കേൾത്തിരിക്കാൻ ഇമ്പമാണെന്ന് പറഞ്ഞത് അതൊരു PR ഏജൻസിയും കൊടുത്ത സംഭാഷണ ശൈലിയല്ല. സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ, പാടശേഖരങ്ങളിൽ നിന്ന് പണിയെടുക്കുന്ന മനുഷ്യർ, നമ്മൾ തകഴിയുടെ 2 ഇടങ്ങഴിയിൽ കാണുന്നത് പോലെ ഓരനെ പോലെയുള്ളവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യർ, അവർക്ക് വേണ്ടി കഥ പറഞ്ഞും അവർക്ക് വേണ്ടി രാഷ്ട്രീയം പറഞ്ഞും ശീലിച്ച വി എസിന്റെ ശൈലിയായിരുന്നു അത്. നീട്ടിയും കുറുക്കിയും ഇടയ്ക്ക് ഒരു അർത്ഥോക്തിയിൽ നിർത്തിയും പിന്നെ കൂടുതൽ വിശാലമായി ആവേശം തരുന്ന രീതിയിൽ ഒരു മഴ പെയ്തു തീരുന്നത് പോലെയുള്ള പ്രസംഗ ശൈലി, അത് കേൾക്കാനായി എത്തിയ മനുഷ്യർ കരുതിയ പല പ്രവൃത്തികൾക്കും തുടക്കം കുറിച്ചത് വി എസ് ഉള്ള കാലത്താണ്. അപ്പോൾ ആ പ്രവൃത്തിയൊക്കെ പൂർത്തീകരിക്കുന്ന ഉത്തരവാദിത്വമാണ് എന്നിൽ ഉള്ളത്. പക്ഷേ ഞങ്ങൾക്കൊരു സങ്കടം എന്താ ചോദിച്ചാൽ, വി എസ് നന്നായിരിക്കുന്ന കാലത്ത് ഈ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യണമെന്നുള്ള ആഗ്രഹം നടന്നില്ല. അതാണ് വി എസ് തുടങ്ങി വെച്ച പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ വി എസ് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ കൊത്തിവെച്ച ഒരു ജനനായകനായി. ആദ്യം വരുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു എന്താ പറയുക, ഒരു കടുംപിടുത്തക്കാരൻ, വെട്ടി നിർത്തുന്ന ആളെന്നൊക്കെയാണ് അന്നത്തെ പ്രചരണം. 4 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മത്സരിച്ചു 2001 മുതൽ. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 4900 വോട്ടേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. പിന്നെ വി എസിന് അടുത്തറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭൂരിപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നു. മലമ്പുഴക്കാരുടെ MLA ആയി. അത് എന്താ പറയുക, ഞങ്ങൾക്കും ഭാഗ്യമില്ലാതായി പോയി. കാരണം അദ്ദേഹം 1-2 തവണ കൂടി അവിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കിഫ്ബി പദ്ധതിയും മറ്റൊക്കെ ഉള്ളതിൽ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം വികസന രംഗത്ത് ഉണ്ടാക്കാമായിരുന്നു. അതങ്ങനെ അത് അന്ന് വി എസ് മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മണ്ഡലമാണ്. ഒരിക്കലും പരാജയപ്പെടാത്ത LDF ജയിച്ച മണ്ഡലമാണ്. അവിടെ വി എസ് മത്സരിക്കണം എന്നാഗ്രഹിച്ചത് ഇവിടെ തോറ്റത് കൊണ്ടാണ്. ഓരോ ആളുകൾക്കും ഓരോ ഓർമ്മകളാണ് പങ്കുവെക്കാനുള്ളത്. ഇപ്പോൾ PMG കഴിഞ്ഞിരിക്കുന്നു. വളരെ പതുക്കെയാണ് വാഹനം നീങ്ങുന്നത്. നമുക്ക് മുന്നിലും ഒരുപാട് വാഹനങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ 9 മണിയോടെ ആലപ്പുഴയിലെത്തുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല, സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഓരോ ആളുകൾക്കും വഴിയരികിൽ കാത്തു നിൽക്കുന്നവർ, അവരും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നവരാകാം, അവർക്കും കാല് കഴിക്കുന്നുണ്ടാകാം. പക്ഷേ വി എസിനെ ഒരു നോക്ക് കാണണം. അവരൊറ്റ തീരുമാനത്തിൽ നിൽക്കുന്നവരാണ്. അവരെ നിരാശപ്പെടുത്തില്ല പാർട്ടി. ആ വാഹനം ഓരോരുത്തർക്കും കാണാൻ പതുക്കെ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് വാഹനങ്ങൾ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേശീയപാതയിലേക്ക് പോയാൽ ഒരുപക്ഷേ വാഹനത്തിന് അല്പം വേഗം വയ്ക്കും. പ്രസാദ്, ഇപ്പോൾ വളരെ പതുക്കെയാണല്ലോ, വളരെ പതുക്കെ പോകുന്നു. ഇപ്പോൾ തലസ്ഥാനത്ത് തന്നെ 27 കേന്ദ്രങ്ങളാണ്. അപ്പോൾ എത്ര വേഗം അത് എത്താൻ സാധ്യതയുണ്ട്? അശ്വതി, ഇപ്പം നിലവിൽ നിശ്ചയിച്ചത് 9 മണിക്ക് എത്തുന്ന രീതിയിലാണ് പാർട്ടി ക്രമീകരിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങി പാളയം തൊട്ടടുത്ത സ്ഥലമാണ്. 1 കിലോമീറ്റർ മാത്രമാണ് ദൈർഘ്യമുള്ളത്. അവിടേക്ക് ഏതാണ്ട് 30 മിനിറ്റിലേറെ സമയമാണ് എടുത്തത്. പാളയത്ത് നിന്ന് തുടങ്ങി PMGയിലേക്ക് 1 കിലോമീറ്ററിലില്ല, കഷ്ടിച്ചെല്ലാം കൂടി 2 കിലോമീറ്റർ, അത് തന്നെ 45 മിനിറ്റ് സമയമെടുത്തു എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും വേഗത നന്നായി കുറയുകയാണ്. അതായത് നടന്നു പോകുന്ന വേഗത പോലും വാഹനത്തിന് ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഓരോ ജംഗ്ഷൻ കഴിയും തോറും ജനക്കൂട്ടം കൂടിക്കൂടി വരുന്നുണ്ട്. എല്ലാ ആളുകൾക്കും കാണാനുള്ള സൗകര്യവും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ 9 മണിക്ക് നിശ്ചയിച്ച ഈ വിലാപയാത്ര എന്തായാലും രാത്രി 12 മണിക്ക് മുമ്പ് എത്തില്ല എന്ന കാര്യം ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പായി കഴിഞ്ഞു. മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് കഴിഞ്ഞ് കഴക്കൂട്ടം കഴിഞ്ഞാൽ ദേശീയപാത 66
പ്രവൃത്തി പുരോഗമിക്കുന്ന സ്ഥലമാണ്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് പോലെ എളുപ്പമുള്ള ഒരു വഴിയല്ല. കാരണം നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ വഴിയിലൂടെ വേണം മുന്നോട്ടേക്ക് പോകാൻ. ഒരുപാട് വാഹനങ്ങൾ വാഹനവ്യൂഹത്തിലുണ്ട്. സ്വാഭാവികമായി വൈകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. മാത്രമല്ല സ്മൃതി, നമ്മളിപ്പോൾ ഇന്നലെ വൈകിട്ട് മുതൽ വലിയ തോതിൽ തിരുവനന്തപുരത്ത് ആദ്യം SUT ആശുപത്രിയിലേക്കായാലും പിന്നീട് AKG സെന്ററിലേക്കായാലും ഇന്ന് രാവിലെ വലിയ തോതിൽ ആളുകൾ വന്നിരുന്നു. അങ്ങനെ